സൺഡേ ടെക്കിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു കസ്റ്റമർ കംപ്ലയിൻറ്റ് വിളിച്ചതാണ്. അപ്പോൾ കംപ്ലയിൻറ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ടി വി ഓൺ ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ടി വി വന്നാൽ അവിടെ നോ സിഗ്നൽ എന്നാണ് എഴുതി കാണിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോ സിഗ്നൽ വരാൻ ഒന്നെങ്കിൽ ഡിഷിൻ്റെ ആ നമ്പർ കാണിക്കുക 52 അല്ലെങ്കിൽ 48-32 എന്നാണ് കാണിക്കുന്നത് വെച്ചാൽ ഡിഷിൻ്റെ കുഴപ്പമാണ്. എല്ലാന്നുണ്ടെങ്കിൽ ടിവിയുടെ പിന്നിൻ്റെ കുഴപ്പമായിരിക്കും നോ സിഗ്നൽ കാണിക്കുന്നത്. അപ്പോൾ ടി വി ഓൺ ആയിട്ട് നോക്കാം നമുക്ക് എന്താണ് കാര്യങ്ങളെന്ന്. ഇങ്ങനെ കാണിക്കണേ. ഓഫാക്കി വേണം കേക്ക്. നിങ്ങൾ മൊത്തം ഒന്ന് ഓഫാക്കി വേണം കേക്ക്. അപ്പോൾ എന്ത് കാണിക്കാൻ നോക്കാണ്, ചിലപ്പോൾ ഓട്ടോമാറ്റിക് അത് തന്നെ വരും. അപ്പോൾ ഇവിടെ നോ സിഗ്നൽ എന്ന് മാത്രമാണ് കാണിക്കുന്നത്. അതായത് ഡിഷിൻ്റെ കുഴപ്പമില്ല, ടി വിയുടെ കുഴപ്പമാണ്. ഈ ടി വിൻ്റെ പോർട്ട് മാറി കുത്തിയതാണ് പ്രശ്നം. എല്ലാന്നുണ്ടെങ്കിൽ റിമോട്ടിൽ എന്തോ നെക്കി പോയിട്ട് അത് സോഴ്സിൻ്റെ ആ ബട്ടൺ മാറി കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരോട് വീണ്ടും ഞാൻ എല്ലാം റെഡിയാക്കി പിക്ചർ വന്നതിന് ശേഷം ഒന്ന് ഓഫാക്കിയിട്ട് ഓണാക്കാൻ ചോദിച്ചു. അതായത് വീണ്ടും അതേപോലെ വരികയാണെങ്കിൽ അവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്താണ് പറയണത്? കൊച്ചു ടി വി കാണുന്നത് അപ്പോൾ ഇവിടെ ഇവരുടെ ടി വി ഓണാവാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്, കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അത് മാത്രമാണ്, ബാക്കിയെല്ലാം ഓക്കെയാണ് കിടക്കുന്നത്. എ വിയിലേക്ക് മാറ്റി കുത്തിയിട്ടുണ്ട് ഉണ്ടല്ലേ. ചാനൽ മാറ്റി, ചാനലിന് വേറെ കുഴപ്പമൊന്നുമില്ല. കേബിൾ മാറിപ്പോയതാണത്. കേബിൾ മാറിയാൽ ഒന്നിൽ എടുക്കില്ല തോന്നുന്നുണ്ട്. HDMI കേബിളേ മാറ്റി കുത്തിയപ്പോൾ റെഡി തന്നെ. 200 രൂപ മലയാളം. നിങ്ങൾ ഇങ്ങനെ നിൽക്കില്ല, അല്ല ഇതിൽ നിൽക്കലും മതി. നമ്പർ ഇത് വർക്ക് ചെയ്യില്ല. അതല്ലേ. സിഗ്നലുണ്ട്. ഇതും മെനു ബട്ടൺ വർക്ക് ചെയ്യില്ല. അതൊക്കെ വർക്ക് ചെയ്യുന്നില്ല. അതും വർക്ക് ചെയ്യുന്നില്ല ഇപ്പോൾ. ഇല്ലല്ലോ. അതും നന്നാണ്. വോളിയം പിന്നെ കൂട്ടി എങ്ങനെ സൗണ്ട് കൂട്ടണല്ലേ? ഇതോ അല്ല അത് ഇതോ അല്ല, ഇത് മെനു ആണ്, മെനു ബട്ടൺ. മനസ്സിലായോ? HDMI മാറിപ്പോയത്. അപ്പോൾ ഞാൻ ഇപ്പോൾ കൊളാക്കിയത്. ഇപ്പോൾ നിങ്ങളൊന്ന് നോക്കി. ഇനിയിപ്പോൾ ഇനി മാലിന്യം നിങ്ങൾക്ക് നോക്കണ്ടേ? ഞാൻ ഇതായില്ലേ വാക്കാണ്ട് അങ്ങനെ നിങ്ങൾ പഠിക്കുക. അല്ലെങ്കിൽ പിന്നെ ഞാൻ പോയ നിങ്ങൾ പിന്നെ വിളിക്കുമോ? ഒറ്റ പ്രാവശ്യം മതി. വന്ന് 2ലാണ് നമ്മളത്. കണ്ടോ? അതിനുശേഷം നമ്മൾ ഈ റിമോട്ട് പിന്നെ ഒന്നും ചെയ്യണ്ട. ചിലപ്പോൾ നിങ്ങൾ പെൻഡ്രൈവ് കുത്തോണ്ട് ചില സമയത്ത് ഓണാക്കുന്ന സമയത്ത് പെൻഡ്രൈവിലേക്ക് ഫസ്റ്റ് തന്നെ കണക്ഷൻ വരിക. അപ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടൂല. അപ്പോൾ അങ്ങനെ നിങ്ങൾ സോഴ്സ് ഈ ബട്ടൺ അത് നെക്കിയിട്ട് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾ അത് നെക്കി നോക്കി, എന്നിട്ട് വേറെ ഇതിന് മാറ്റി നോക്കി. ഇപ്പോൾ പെൻഡ്രൈവ് എടുക്കണത് എങ്ങനെയാണ്? ഇല്ല, ഇവിടെ സിഗ്നൽ വരുന്നുണ്ടല്ലോ. ഇപ്പോൾ ഇവിടെ കണ്ട കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ AV പോർട്ട്, അതായത് HDMI കേബിൾ മാറ്റി കുത്തിയ പ്രശ്നമായിരുന്നു. അതുപോലെ തന്നെ റിമോട്ടിൽ എന്തോ നെങ്ങിപ്പോയിട്ട് അത് വീണ്ടും AVയിലോട്ട് പോയിട്ട് നോ സിഗ്നലാണ് കാണിക്കുന്നത്. അപ്പോൾ AVയിൽ 3 പിന്നാണെങ്കിൽ AVയിൽ വർക്ക് ചെയ്യുമായിരുന്നു. AV1 AV2ലാണ് വർക്ക് ചെയ്യുക. 3 പിന്ന് കളർ പിന്നുള്ള പിന്നെ വരികയാണെങ്കിൽ ഇവിടെ HDMI കേബിളാണ്. അത് തന്നെയാണ് ഇവിടെ HDMI. ഈ TV ക്കാണെങ്കിൽ HDMI
പോർട്ട് 3 ഉണ്ട്. അതുകൊണ്ട് HDMI 2-ലായിരുന്നു കിടക്കുന്നത്. ആദ്യം HDMI 1-ലായിരുന്നു. അപ്പോൾ അത് കംപ്ലൈൻറ്റ് കാരണം അത് മാറ്റി കുത്തി HDMI 2-ലേക്ക് കണക്ട് ചെയ്തപ്പോഴാണ് പിക്ചർ വന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നോ സിഗ്നൽ, അതായത് ഈ നോ സിഗ്നൽ ഡിഷിൻ്റെ നോ സിഗ്നൽ ഇല്ലാതിരിക്കുകയാണെങ്കിൽ ഈ 52-32 അല്ലെങ്കിൽ ഈ 48-32 അങ്ങനെ എന്തെങ്കിലും ഇംഗ്ലീഷിൽ വലിയ ലെറ്ററിൽ എഴുതി കാണിക്കുകയാണെങ്കിൽ അത് ഡിഷിൻ്റെ കുഴപ്പമാണ്. അല്ലാന്നുണ്ടെങ്കിൽ TV-യുടെ കുഴപ്പം കൊണ്ടാണ് അങ്ങനെ നോ സിഗ്നൽ എഴുതി കാണിക്കുന്നത്. അപ്പോൾ അധിക വീട്ടിലും ഇങ്ങനെ കാണിക്കാറുണ്ട്. അപ്പം അത് ചോദിക്കാറുണ്ട്, അതിന് മുന്നിൽ നോ സിഗ്നലിന് മുന്നേ എന്തെങ്കിലും നമ്പറോ കാര്യങ്ങളോ കാണിക്കുന്നുണ്ടോ എന്ന് കസ്റ്റമർ ചോദിക്കാറുണ്ട്. അത് ചോദിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ഡിഷിൻ്റെ കുഴപ്പമാണോ TV-യുടെ കുഴപ്പമാണോ എന്ന് അറിയാനാണ്. അതായത് AV പിന്നൊക്കെ മാറി പോയാൽ, അതായത് അതിൻ്റെ ഓപ്ഷനിൽ നിന്ന് മാറി കിടക്കുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഫോണിലൂടെ തന്നെ റെഡിയാക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ. അങ്ങനെ ഇവർക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് നോക്കിയപ്പോഴാണ് ഇതിൻ്റെ കുഴപ്പമെന്ന് കണ്ടെത്തിയത്. അങ്ങനെ AV പിന്ന് മാറ്റി കൊടുത്തു, അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ചെറിയ പ്രശ്നമാണ്. അപ്പം അതുകൊണ്ടാണ് പറയുന്നത്, ഇതിൻ്റെ കംപ്ലൈൻറ്റ് കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ AV പിന്ന് നോക്കി ചെക്ക് ചെയ്യുക, ഏത് പോർട്ടിലാണ് കുത്തി കിടക്കുന്നത്. അതായത് ബാക്കിൽ ഡിഷിൻ്റെ ബോക്സ് HDMI കേബിളാണോ 3 പിന്നാണോ നോക്കുക. എന്നിട്ട് ഓരോ പിന്നിലായിട്ട് റിമോട്ടിലുള്ള സോഴ്സ്, അതായത് സണ്ണിൻ്റെ റിമോട്ടല്ല TV റിമോട്ടിൽ സോഴ്സുള്ള ബട്ടൺ നിൽക്കുകയാണ്. ഇപ്പോൾ അധികം HD LED TVയിലും വരുന്നത് സോഴ്സ് പറഞ്ഞ ബട്ടണാണ് സ്മാർട്ട് TVയുടെ. അപ്പോൾ അത് മാറ്റിയാൽ നിങ്ങൾക്ക് ഏത് ഇൻപുട്ടിലാണ് കിടക്കുന്നത് എന്ന് നോക്കിയിട്ട് റെഡിയാക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് താങ്ക് യു ഫോർ ദ വാച്ചിങ് വീഡിയോ.